അതെ, പിന്നെ എനിക്കും ഈ റേസിൽ കയറണം കേട്ടാ. ഇവിടെ ഫ്രാങ്ക്ലിനെ ഈ റേസിൽ കയറണമെങ്കിൽ ഒരു കാര്യമേ ഉള്ളൂ, ഇതില് ഓഫ് റോഡ് വണ്ടിയാണ് ചേട്ടാ. അത് പിന്നെ ചേട്ടൻ പേരൊക്കെ ചെയ്ത് ഞാൻ പിന്നെ രജിസ്റ്റർ ചെയ്തോ. ഞാൻ നമ്മുടെ പൊളിച്ച എൻ്റെ വണ്ടിയായിട്ട് വരാം. എന്നാ ഓക്കെ. അല്ല, തൻ്റെ വണ്ടി എന്ത് ചേട്ടാ? ചേട്ടാ രജിസ്റ്റർ ചെയ്തോ, ഞാൻ എൻ്റെ വണ്ടിയും കൊണ്ട് വരാം. ഓക്കെ, നമുക്കെന്തായാലും വണ്ടിയൊക്കെ എടുത്തോണ്ട് വരണം. ആ ചേട്ടൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ചേട്ടാ ചെയ്തല്ലേ? ഓടെ ഫ്രാങ്ക്ലിനെ ചെയ്തു. പിന്നെ ഒരു കാര്യം പറയാൻ പറ്റുമോ, ഇതിൽ ജയിക്കണം കേട്ടോ. ജയിച്ചാടാ. അല്ല ഏട്ടാ, ഇതിലെന്താ ക്യാഷ് പ്രൈസ് ആണോ? ആടോ, $1 മില്യൺ ആണോ? ശരി, ഞാൻ ജയിക്കാം. രജിസ്റ്റർ ചെയ്തില്ലല്ലേ? എന്തായാലും ഞാൻ നേരെ പോയിട്ട് എല്ലാം സെറ്റാക്കാം. അവിടെ ഫ്രാങ്ക്ലിനെ പിന്നെ ഇതിൽ ഒരു ചെറിയ പണിയുണ്ട്. ഇവിടെ കൊക്കയുണ്ട്, നോക്കിക്കണ്ടും വേണം പോവാൻ. വീണ് ചത്ത ഞങ്ങളൊന്നും ഉത്തരവാദിയല്ല. കൊക്കയാ? ശരി, ഞാൻ പോവാണ്. ചാറ്റ. ഓക്കെ ഗേസ്, നമ്മളിപ്പോഴേ ഒരു വണ്ടി എടുക്കണം. ഇവിടെ ഒരു റേസ് ഉണ്ട്, ഒരു ഓഫ് റോഡ് റേസ്. ഇതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഓഫ് റോഡ് വണ്ടി കൊണ്ടുവന്നിട്ട് ഒരു റേസ് നടക്കും, അത് ജയിക്കണം. അതൊക്കെയാണ്. ഓക്കെ, ഇപ്പം അത് എടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ കുറേ വണ്ടിയുണ്ട്, ഇതൊന്നും നമുക്ക് വേണ്ട. ഗേസ്, നമ്മുടെ കയ്യിൽ ഒരു ബോർഡുണ്ട്, അതിൻ്റെ പേരാണ് മാജിക്കൽ പെയിൻറ്റിങ് ബോർഡ്. ആ ബോർഡ് ഉണ്ടെങ്കിൽ എനിക്ക് ഇതെല്ലാം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാനിപ്പോൾ ആ ബോർഡ് വെച്ച് വരയ്ക്കണം. ഒരു വണ്ടി വരച്ചാൽ അത് വരും. ഞാൻ പണ്ട് എപ്പോഴോ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടോ അതില്ല, അറിയത്തില്ല. അങ്ങനെ ഒരു വീഡിയോ ഉണ്ട്. ഓക്കെ, ഇതുപോലത്തെ ഒരു വണ്ടിയാണ് ഈ ഓറഞ്ച് വണ്ടി. കൊള്ളാം. ഇത് 50 ലിറ്റർ വണ്ടിയാണ്. ഇതെടുത്ത് മോൺസ്റ്റർ ട്രക്കിൻ്റെ കുഞ്ഞു ടയർ എടുത്ത് വെച്ചിരുന്നു. കൊള്ളാം. അവിടെ ഈ വണ്ടിക്ക് ബൂസ്റ്റർ ഇല്ലേ, പാട്ടാ വണ്ടി. ഇതെടുക്കണ്ടായിരുന്നു പുല്ല്. ആ സൈഡിൽ പോകുന്ന വണ്ടിയൊക്കെ മതിയായിരുന്നു. നമുക്ക് ഇത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം ഗൈസ്. പിന്നെ പറയാൻ വിട്ടുപോയി. ഹേ ഗൈസ്, അപ്പോൾ പൊടിക്കാനും മാസ്ക് ഫൺ ഗെയിമിങ്ങിൻ്റെ പുതിയ തെങ്ങുമച്ചമാർക്കും സ്വാഗതം. മാറിപ്പോയി ഗൈസ്, ഇത്രയുടെ. ഓക്കെ, നമ്മളിത് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്കിനി ബോർഡ് എടുക്കാം. എടാ ഷിഞ്ചാനെ പിഞ്ചാനെ, എടാ നമ്മുടെ ബോർഡ് എത്തി. അണ്ണാ, ഞങ്ങൾ മേളിലുണ്ട്. മേളിലല്ലേ? അവിടെ ഉണ്ട്. എടാ, നിന്നോടൊക്കെ ഞാൻ 1000 വട്ടം പറഞ്ഞ അത് ക്ലീൻ ചെയ്ത് വെക്കാൻ. നീ ക്ലീൻ ചെയ്താ? ഷിഞ്ചാനെ, നിന്റെ ഉത്തരവാദിത്തരോ ഇത്? പിഞ്ചാനെ പിന്നെ പറയണ്ട. കുഴപ്പമില്ല, നമുക്ക് വരയ്ക്കാം. എന്നാണോ വരയ്ക്കാൻ വന്നേ? ഇന്നൊരു റേസ് ഉണ്ടോ, അപ്പൊ അതിനൊരു ഓഫ് റോഡ് വണ്ടി വരയ്ക്കാൻ പോവുക. എന്നിട്ട് കപ്പും കൊണ്ട് വരാം. കപ്പ് അല്ല, $1 മില്യൺ ഓക്കെ. ബാക്ക് നമുക്ക് വരയ്ക്കാൻ തുടങ്ങാം. ഷിഞ്ചാനെ അങ്ങോട്ട് മാറിയിരി. ഈ ട്രക്കൊക്കെ വരയ്ക്കാൻ പറ്റിയ വലിയ സിമ്പിളാണ്. ഇതൊക്കെ ഓഫ് റോഡ് വണ്ടിയല്ലേ, സിമ്പിൾ ട്രിക്ക് വേണമെങ്കിൽ പറയാം. നമുക്ക് നേരെ പോയിട്ട് വരയ്ക്കാം. അതായത് പിള്ളേരെ അങ്ങോട്ട് മാറിയിരി. വരയ്ക്കട്ടെ. ഓക്കെ, ആദ്യം നമുക്ക് വണ്ടിയുടെ വീലിൻ്റെ ഇത്. ഓക്കെ, ഇതാണ് ഇപ്പം ചെയ്യേണ്ടത്. ഇങ്ങനെ വരിക. ഓക്കെ, സെറ്റ്. വണ്ടിയുടെ ഒരു ബോഡി ആയിട്ടുണ്ട്. ബാക്ക് ഓക്കെ. ഇനി എന്താ ചെയ്യണ്ടേ? ടയർ വെക്കാം. ടയർ കയറ്റണം. പിന്നെ കുറച്ച് പരിപാടിയൊക്കെ കളറൊക്കെ കൊടുത്ത് അങ്ങനെ ചടങ്ങുണ്ട്. ഓക്കെ, ഇപ്പം നമുക്ക് ഇത് വരയ്ക്കാം. പിന്നെ കഴിഞ്ഞിടയ്ക്ക് ഞാൻ വീഡിയോ ഒന്നും ഇടത്തില്ലായിരുന്നു. വേറൊന്നല്ല, നമ്മുടെ PC ഖത്തം. പിന്നെ പുതിയ PC ഒക്കെ വാങ്ങാൻ സെറ്റായിരിക്കുമായിരുന്നു. ഓക്കെ, അതുകൊണ്ട് കഴിഞ്ഞ വീക്ക് ഞാൻ ഇട്ടില്ല. അതിൻ്റെ കഴിഞ്ഞ വീക്ക് ഇട്ട്. ഒരു വീക്ക് ഫുള്ള് ഞാൻ വെറുതെ കളഞ്ഞ്. ഞാൻ ഇടണമെന്ന് വിചാരിച്ചിരുന്നു. അന്ന് തന്നെ PC ഓണാവുന്നില്ല. PCക്കല്ല കുഴപ്പം, CPU അടിച്ചു പോയി. അത്രയേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ വണ്ടി സെറ്റായിട്ടുണ്ട്. ഇവിടെ സ്പ്രിങ് വെക്കാം. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. നമുക്ക് എടുക്കാം. 3, 2, 1 സ്റ്റാർട്ട്. അല്ല, അങ്ങനല്ല. 3, 2, 1 ലെറ്റ്സ് ഗോ. നമ്മുടെ വണ്ടി ഇപ്പോൾ വരുവേ.
വന്ന് താന്താ ഇവിടെ മോനെ എടാ ഞാൻ വരച്ച വണ്ടിയിൽ ഇതല്ലല്ലേ, ഇത് ഓൾറെഡി മോഡിഫൈഡാ. ഇത് കണ്ടോ, എൻ്റെ ബാക്ക് എക്സ്ട്രാ കിറ്റൊക്കെ ഉണ്ട്, ഓഫ് റോഡ് കിറ്റ്. നമുക്ക് ഈ വണ്ടി എടുത്ത് പറപ്പിക്കാം. അയ്യോ റേസ് സ്റ്റാർട്ട് ചെയ്യാൻ സമയമായി, വേഗം വിടറാ. കൊള്ളാലോ. അതൊക്കെ നോക്കി പിന്നെ നോക്കാം. ഇന്ത്യയൊരു പൊളി. ഇത് മറ്റേ കമ്പി, പിന്നെ ഇത് പിന്നെ ബൂസ്റ്ററിൻ്റെ ടാങ്ക് ഒക്കെയാണ്. നമുക്ക് വണ്ടി എടുത്ത് കത്തിച്ച് വിടാം. വണ്ടി എടുക്കടാ, പെടച്ചങ്ങ് വിടാം. നേരെ വണ്ടി എടുക്കുക, ഐശ്വര്യമായിട്ട് വണ്ടി എടുക്കുക, അത്രേ ഉള്ളൂ. 3, 2, 1 ചാടാ. അയ്യോ മൂഞ്ചിയില്ല. ഭാഗ്യം, ഞാനത് മറന്നു. മറന്നെങ്കിൽ ആ കഴപ്പം തീർന്നിട്ട്. നമ്മളങ്ങനെ എത്തി. വണ്ടി കൊണ്ട് ചവിട്ട് തീർത്തടാ ഫ്രാങ്ക്ലിനി. ഇറങ്ങ്. ഓക്കെ, അതെ ചേട്ടാ, അതെ ഞാൻ വണ്ടിയും കൊണ്ട് വന്നു ഓടാ. ഗൈസ്, നമ്മളെ റേസ് സ്റ്റാർട്ടായി. ഞാൻ വന്നപ്പോഴത്തേക്കും ജസ്റ്റ് മിസ്സിനില്ലെങ്കിൽ ഇവർ പോയേനെ. ഗൈസ്, നമ്മുടെ ഫ്രാങ്ക്ലിൻ ചെയ്യണം. ഇമാരുടെയൊക്കെ വണ്ടിയാണ്. 6 ട്രക്കും വാനും കൊണ്ട് വന്നത്. ഒരുത്തൻ ട്രക്കും കൊണ്ട് വന്നേക്കുന്നു മേളിൽ. മാറിയിരിക്കാൻ വഴിന്ന് പറ പട്ടി. അവിടെ ഒരു അണ്ടിപ്പരിപ്പിൻ്റെ ഷേപ്പ് ചെയ്യിക്കുന്ന വണ്ടി പോന്നു. ചുമ്മാ പുള്ളിക്കാരൻ പറഞ്ഞ പോലെ കൊക്കയുണ്ട് ഇവിടെ. വണ്ടി സ്ലിപ്പാവുക. ഇവന്മാരും ഒന്ന് ഇടിക്കുന്നുണ്ട്. നമ്മൾ ബൂസ്റ്റർ ഇട്ടാൽ പിന്നെ കൊക്കയെ കിടക്കും. അവന് നോക്കി കണ്ടു പോണെങ്കിയോ പോയില്ല, ഭാഗ്യം. പെടച്ച വിടാ ഫ്രാങ്ക്ലിനെ. 110 വിടാം. പിന്നെ പറയാൻ പറ്റുമോ, ഇവിടെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ് ചെയ്തേക്കണേ. ഓക്കെ, എത്താറായെന്ന് തോന്നില്ല. ആണ്ടാവും ഫസ്റ്റ് ആയിരുന്നു. എടാ ഈ ട്രക്കുകാരൻ്റെ കാര്യം പറയും. ഇവനെങ്ങനെ ഈ താഴ്ന്ന കരുതുന്നത്? ഇവന് ഭ്രാന്തൻ വട്ടാവന്. ഈ പുള്ളിക്കാരനെ ഇപ്പോൾ ഓർഡർ ചെയ്തിട്ട് മാറിയിക്കടാ കൊച്ചിറക്ക. ഫ്രാങ്കിലെടുത്ത് കളിക്കാനോ വന്നേക്കുന്നത്. ചാടൽ ഭാഗ്യം. സെക്കൻഡ് ലാപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ഇവിടെ വണ്ടി വിടറാ. ഇപ്പം ആ ട്രക്കുകാരെ ഇടിച്ച് കയറും. അയ്യോ ഇപ്പം മുമ്പിൽ ഏതെങ്കിലും ഒരെണ്ണം ചാടണം. നമ്മൾ മൂഞ്ചി. ഓക്കെ, ആരും ചാടിയില്ല. ഭാഗ്യമുണ്ട്. ലക്കുണ്ട്. ഇവന്മാരൊക്കെ ചാടിക്കും. മറ്റേ സ്പ്രിങ്ങാ വണ്ടിയുടെ അടി. ആടെ ഒരു ഭ്രാന്തല്ലേ പോയെ. അത് എൻ്റെ പോലത്തെ അടി സ്പ്രിങ് ഉണ്ടെങ്കിൽ ചാടി അങ്ങ് വരാൻ പറ്റും. ഓക്കെ, അതൊക്കെ ഉണ്ടോ ഇങ്ങനെ വരും കണ്ടോ. അതൊക്കെ സ്പ്രിങ് അതിൻ്റെ അടി. നമ്മൾ ഫസ്റ്റ് അടിച്ചേ. അയ്യോ വണ്ടി ചവിട്ടി നിർത്തടാ. എടാ മക്കളെ, ഞാൻ ജയിച്ചടാ. അതാ ചേട്ടാ, ഞാൻ ജയിച്ച്. എൻ്റെ $1 മില്യൺ സെറ്റല്ലേ. ഏട്ടാ മൊന്നെ, ഞാനല്ല റേസ് നടത്തുന്നത്. ഡാ ചുമ്മാ പറഞ്ഞ മൊന്നെ.